Hello all, welcome to Ed-Gaadi. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയ ഫ്രീ ബോഡി ഡയഗ്രത്തിന് ഒരു എക്സ്ട്രാ പ്രോബ്ലം കൂടെ നമുക്കിപ്പം നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്. 3 cylinders are piled in a rectangular ditch as shown in figure. Determine the reaction between the cylinder A and vertical wall. Okay, so question ഇതുപോലൊരു ഫിഗറും ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ തന്നിട്ടുണ്ട്. So in this figure itself you can see 3 balls are placed one above the other and they are placed inside a ditch. So നമുക്ക് സെക്ഷൻ നോക്കുമ്പോഴത്തേക്കും അതൊരു റെക്ടാങ്കുലർ ബോക്സിനകത്ത് 3 ബോളുകൾ വെക്കുന്നു. ദീസ് ബോൾസ് ആർ എ ബി ആൻഡ് സി. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഒറ്റ ഒരു ടേം മാത്രമേ ചോദിച്ചുള്ളൂ. യു ഹാവ് ടു ഫൈൻഡ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ വാൾ ആൻഡ് ബോൾ എ. സോ വേർ ഇസ് ദാറ്റ് ബോൾ എ പ്ലേസ്ഡ്? ഇറ്റ് ഈസ് അറ്റ് ദ ബോട്ടം. ഓക്കെ, സോ ഈ ബോട്ടമിലുള്ള ബോൾ എ അനലൈസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ബോൾ സി ഇറ്റ്സെൽഫ്. ഓക്കെ, സോ ഇതിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ബോളിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാം സെപ്പറേറ്റ് ആയിട്ടൊന്ന് വരച്ചിട്ട് ഫോഴ്സുകളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനാലൈസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വരുന്ന ഫിഗേഴ്സ്, so this is ball C. Its self weight will be acting in the downward direction. So weight of the ball C is given as 40 Newton. Then contact surface 1 ഉണ്ട്. So from this contact surface reaction 1 will be acting. So questionൽ തന്നെ points of contact 1, 2, 3, 4 എന്നൊക്കെ നമ്പറിങ് ചെയ്തിട്ടുണ്ട്. So better use that number system itself. So R1, so contact surface remove ചെയ്യുമ്പോഴത്തേക്കും റിയാക്ഷൻ ആക്ട് ചെയ്യും. റിയാക്ഷൻ will always be perpendicular to the contact surface towards the center of the object. So ആ ഒരു ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു. Then ഇനി ഏതാ റിയാക്ഷൻ ഫോഴ്സ് ഉള്ളത്? ഈ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ പോയിന്റ് ബിയും അല്ലെങ്കിൽ ബോൾ ബിയും ആയിട്ടുള്ള കോണ്ടാക്ട് പോയിന്റ് 2 ആണ്. സോ ദിസ് റിയാക്ഷൻ ഫോഴ്സ് ബി R2. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോൾ സി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ ഷോർട്ട് ആക്കുവാണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ബോൾ എന്ന് തന്നെ എഴുതി, ബട്ട് ഇവിടെ ഞാൻ ആ പോയിന്റിനെ മാത്രമേ റെഫർ ചെയ്യുന്നുള്ളൂ. പോയിന്റ് സിയെ റെഫർ ചെയ്തിട്ട് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് സി. സോ ഇത്രയായിരുന്നു ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോൾ സി. ദെൻ നെക്സ്റ്റ് വൺ, ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോൾ ബി. ഓക്കെ, അത് കുറച്ചും കൂടെ സൈസ് കൂടിയ ബോളാണ്. ദെൻ ഇറ്റ്സ് സെൽഫ് വെയിറ്റ്, ദ വെയിറ്റ് ഓഫ് ദ ബോൾ ഈസ് ഗിവൺ ആസ് 80 Newton. ദെൻ there is a contact with the wall surface. The point 3 ആയതുകൊണ്ട് ഞാൻ അതിനെ റിയാക്ഷൻ ഫ്രം 3 എന്ന് എഴുതി. സിമിലർലി മുകളിൽ നിന്നുള്ളൊരു ബോളിന്റെ റിയാക്ഷൻ ഫോഴ്സ് R2. ഇനി ഏതാ കോണ്ടാക്ട് സർഫസ് വരുന്നത്? ബോൾ എയുമായിട്ടൊരു കോണ്ടാക്ട് സർഫസ് വരുന്നുണ്ട്. സോ ബോൾ എയിൽ നിന്നുള്ള റിയാക്ഷൻ 0.4 ആയതുകൊണ്ട് R4. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പോയിന്റ് ബി അല്ലെങ്കിൽ ബോൾ ബിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ദർ ആർ ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിങ്. വൺ ഈസ് ഹൊറിസോണ്ടൽ ബട്ട് ദ അതർ 2 ആർ ഇൻക്ലൈൻഡ്. ഇതിന്റെ ഇൻക്ലിനേഷൻ അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. വരട്ടെ, നെക്സ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോൾ എ. സോ ഇത് ബോട്ടം മോസ്റ്റ് പോയിന്റിലിരിക്കുന്ന ബോളാണ്. ഈ ബോളിന്റെ റിയാക്ഷൻ വിത്ത് വെർട്ടിക്കൽ വാളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോൾ എയുടെ free body diagram. So weight of that ball A is 30 Newton. Then എവിടെയൊക്കെ കോണ്ടാക്ട് സർഫസ് വരുന്നുണ്ടോ അവിടെയെല്ലാം റിയാക്ഷൻ വരും. തൊട്ട് മുകളിലിരിക്കുന്ന ബോൾ ബിയും ആയിട്ടുള്ള കോണ്ടാക്ട് സർഫസ് 0.4 ആണ്. സോ റിയാക്ഷൻ 4. ദെൻ 0.5, അതായത് ആ ബോൾ എയുടെ പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അത് ബോട്ടത്തിൽ ഒരു ഹൊറിസോണ്ടൽ ഫ്ലോറിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഫ്ലോറിൽ നിന്നും ഒരു റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, so weight W acting in the downward direction, reaction force in the upward direction acting. എപ്പോഴും reaction perpendicular to the contact surface towards the center of the object ആണ്. സോ അവിടെ upward directionൽ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. സോ ഫിഗറിൽ ഞാൻ അത് ഇങ്ങനെ മാർക്ക് ചെയ്തു. കാരണം ഇവിടെ ഒരു വെയിറ്റ് W 30 Newton താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ മുകളിൽ കൂടെ തന്നെ അടുത്ത റിയാക്ഷൻ വരച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ ബെറ്റർ അത് ഞാൻ മാറ്റി വരച്ചു. സോ റിയാക്ഷൻ 5. ഇനി എന്താ പോയിന്റ് ഉള്ള? വെർട്ടിക്കൽ വാളുമായിട്ട് കോണ്ടാക്ട് വരുന്ന പോയിന്റ് ഉണ്ട് 0.6. ആ 0.6ലെ റിയാക്ഷൻ R6. ഓക്കെ, സോ ദീസ് ആർ ദ ഫ്രീ ബോഡി ഡയഗ്രാംസ് ഓഫ് ദീസ് ബോൾസ് എ, ബി ആൻഡ് സി. നിങ്ങൾക്ക് ഓർഡർ മാറ്റിയും വരയ്ക്കാം. ഞാൻ മുകളിലിരിക്കുന്ന ബോളിനെ ബേസ് ചെയ്തിട്ട് താഴോട്ട് വരച്ചെന്നേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ നോക്കണം,
ഏത് ബോളിനാണ് ലെസ്സർ നമ്പർ ഓഫ് അൺനോൺസ്? ഇവിടെ 2 അൺനോണും ഒരു നോൺ വാല്യൂവും, 1, 2, 3 അൺനോൺസും ഒരു നോൺ ഫോഴ്സും, 1, 2, 3 അൺനോൺസും ഒരു നോൺ ഫോഴ്സും. Better start with this figure. Why? Because the number of unknown forces are less. Okay. So, ഈ ഒരു ഫിഗറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് വേണം നമുക്ക് അനാലിസിസിലോട്ട് പോകാൻ. ഇതില് ഈ ഒരു ബോളിന്റെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാനുള്ള കുറച്ച് ക്ലൂസ് ഈ ഫിഗറിൽ തന്നിട്ടുണ്ട്. ബട്ട് അറ്റ് എ ഗ്ലാൻസ് നമുക്കത് മനസ്സിലാവത്തില്ല. നമുക്ക് എന്ത് ചെയ്യണം? ആ ആംഗിൾ വാല്യൂ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് സോൾവ് ചെയ്തെടുക്കണം. ഓക്കെ. സോ ഈ ബോളുകളുടെ അറേഞ്ച്മെന്റിൽ നിന്നും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ബോൾ സി, ഞാൻ ആ പോയിന്റ് മാത്രമേ ഇവിടെ മാർക്ക് ചെയ്യുന്നുള്ളൂ. ബോൾ ബി, ദെൻ ഇവിടെ ഒരു ബോൾ എ. ഈ ബോൾ ബിയും ബോൾ സിയും കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈനിന്റെ ലെങ്ത് എത്രയായിരിക്കും? നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. 2 ബോളുകളും കണക്ട് ചെയ്തിരിക്കുന്ന ആ ലൈനിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് sum of radius of ball C and ball B. So that will be 100 plus 120. Question values തന്നിട്ടുണ്ട്. Radius of ball C it is 100 and radius of ball B is 120. So the line length BC will be 220 meter. Question തന്നെ unitsum തന്നിട്ടുണ്ട്. So 220 meter length ഉള്ള ലൈൻ BC. നമുക്ക് ഈ ഒരു ഇൻക്ലിനേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ലെറ്റ് ദാറ്റ് ബി θ1. സിമിലർലി എ ബി ലൈനിന്റെ ലെങ്ത്തും എത്ര വരും? എ ബി ലൈനിന്റെ ലെങ്ത് രണ്ടിന്റെയും റേഡിയസിന്റെ സം, ദാറ്റ് ഈസ് 80 plus 120. 80 plus 120. സോ അത് 200 ഡയമെൻഷൻസ് എന്ന് കിട്ടില്ലെങ്കിൽ 200 ലെങ്ത് ഉള്ള ലൈൻ എ ബി. സോ ഈ ലൈൻ എ ബിയുടെ ഇൻക്ലിനേഷനും നമുക്ക് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. ലെറ്റ് ദാറ്റ് ബി θ1 ആൻഡ് θ2. സോ തന്നിരിക്കുന്ന ഫിഗറിൽ ഇതുപോലൊരു ബോക്സ് ഉണ്ട് അല്ലേ? നിങ്ങൾ ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഒരു ബോക്സിലാണ് ഈ 3 ബോളുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ബോക്സിന്റെ ബോട്ടം വിഡ്ത്ത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 360 മീറ്റർ എന്നാണ്. ഈ 360 മീറ്റർ എന്ന് പറയുന്ന ഒരു ഡയമെൻഷനും ഈ റേഡിയസുകളും വെച്ചിട്ട് ഈ ഒരു ഡി ബി ഡിസ്റ്റൻസും എ ഇ ഡിസ്റ്റൻസും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തന്നിരിക്കുന്ന ക്ലൂസ് എന്താ? അപ്പം ടോട്ടൽ 360. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഈ പോയിന്റ്സിനെ എല്ലാം താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഞാൻ ഈ പോയിന്റ്സിനെ എല്ലാം താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുവാണ്. ഓക്കെ. ആൻഡ് ലെറ്റ് ദിസ് പോയിന്റ് ബി പി, Q, R, S and T. PT ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 360 മീറ്റർ. ഫിഗറിൽ തന്നിട്ടുണ്ട്. PR ഡിസ്റ്റൻസ് എത്രയായിരിക്കും? PR എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ബോൾ സി ആയിരിക്കും അല്ലേ? കാരണം ആ ബോള് വെർട്ടിക്കൽ ബോളായിട്ട് ടച്ച് ചെയ്തിരിപ്പുണ്ട്. സോ PR എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ബോൾ സി, ദാറ്റ് ഈസ് 100 മീറ്റർ. സിമിലർലി PQ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ബോൾ എയുടെ റേഡിയസ് ആയിരിക്കും. സോ PQ എന്ന് പറയുന്നത് 80 മീറ്റർ. ഇതുപോലെ വേറെ എന്തും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ST എന്ന് പറയുന്ന ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് ബോൾ ബി ആയിരിക്കും. സോ ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ബോൾ ബി എത്രയാണ് തന്നിരിക്കുന്നത്? 120 മീറ്റർ. ഇതിൽ നിന്നും RS ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. സോ നിങ്ങൾക്ക് ഇത്രയും വാല്യൂസ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ നമ്മൾ മാറ്റി എഴുതി. സോ ഇതിൽ നിന്നും RS എന്ന് പറയുന്നത് എന്ത് പറയാം? ടോട്ടൽ PT ഡിസ്റ്റൻസിൽ നിന്നും PR മൈനസ് ST ചെയ്താൽ RS കാൽക്കുലേറ്റ് ചെയ്യാം. സോ നിങ്ങളൊന്ന് തനിയെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഞാനിവിടെ എഴുതുവാണ്. RS ക്യാൻ ബി റിട്ടേൺ as PT മൈനസ് PR പ്ലസ് ST. സോ RSന്റെ വാല്യൂ PT അതായത് 360 മൈനസ് PR 100 പ്ലസ് ST 120. ഓക്കെ. സോ 360 മൈനസ് 220 എന്ന് പറയുന്ന വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? RS കിട്ടും. സോ ഇതുപോലെ ഈ തന്നിരിക്കുന്ന ക്ലൂസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ട്രയാങ്കിൾസ് എവിടെയൊക്കെയാണ് കിടപ്പുണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കണം. അതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാം? ഇത് ഓരോ ഫോഴ്സിന്റെയും ആംഗിൾ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. സോ RSന്റെ വാല്യൂ 360 മൈനസ് 120. സോ 140 മീറ്റർ എന്ന് കിട്ടും.
Similarly, you can calculate. ഇനി അപ്പം ആദ്യം RS എന്ന് പറയുന്ന ട്രയാങ്കിൾ സോൾവ് ചെയ്ത് നമുക്കപ്പം θ1 കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി θ2 കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു AEB ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യാൻ. സോ AEB ട്രയാങ്കിളിൽ AE ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും? QS എന്ന് പറയുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ AB കിട്ടും. സോ QS എത്ര എന്തായിരിക്കും? PT മൈനസ് PQ പ്ലസ് ST. സോ 360 മൈനസ് what is PQ? PQ എത്രയാ? 80. സോ 80 പ്ലസ് ST എന്ന് പറയുന്നത് 120. സോ 360 മൈനസ് 200. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 160 മീറ്റർ. സോ ട്രയാങ്കിളിൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഈ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള BC വാല്യൂവും DB വാല്യൂവും കിട്ടി. സോ ഫിഗറിനെ മാറ്റി വരച്ച് നമുക്ക് സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ദിസ് ആംഗിൾ ഇസ് θ1. This is 220. Angle values CDB ആണ്. Then DB ഡിസ്റ്റൻസിന് പകരം നമ്മൾ RS കാൽക്കുലേറ്റ് ചെയ്തു. That is 140. Cos θ1 is equal to 140 divided by 220 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? θ1ന്റെ ആൻസർ കിട്ടും. Similarly, നെക്സ്റ്റ് ട്രയാങ്കിൾ ഏതാ? PEA ആംഗിൾ വാല്യൂ θ2. ഇതിൽ AEയുടെ വാല്യൂവിന് പകരം നമ്മൾ QS കാൽക്കുലേറ്റ് ചെയ്തു 160. ദെൻ AB ഡിസ്റ്റൻസ് 80 പ്ലസ് 120 200. സോ കോസ് θ2 is equal to 160 divided by 200. ഇതിൽ നിന്നും എന്ത് കിട്ടും? θ2ന്റെ ആൻസേഴ്സ് കിട്ടും. സോ നിങ്ങളും ട്രൈ ചെയ്തുകൊള്ളുക. അപ്പം ഇതിലെ ആൻസേഴ്സ് θ2ന്റെ ആൻസർ 50.48 ഡിഗ്രി. ദെൻ സിമിലർലി സോ ഇത് ഡിഗ്രിയിലും മിനിറ്റിലും ചെറിയൊരു പോയിന്റ് വ്യത്യാസം. അപ്പം ഈ ഒരു കാൽക്കുലേഷൻസിൽ വലിയൊരു വ്യത്യാസം വരാത്തതുകൊണ്ട് തൽക്കാലം ഞാനിത് 50.48 ഡിഗ്രി എന്ന് തന്നെ എഴുതുവാണ്. സോ θ1ന്റെ വാല്യൂ 50.48 ഡിഗ്രിയും നെക്സ്റ്റ് വൺ 36.87 ഡിഗ്രി. ഓക്കെ, സോ ഇങ്ങനെ ഇട്ട് തന്നെ കാൽക്കുലേഷൻ ചെയ്തു. θ1 θ2 വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടുന്ന വാല്യൂസ് വെച്ച് നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഫോഴ്സസുകൾ കൺകറന്റ് ഫോഴ്സസുകളായിട്ട് നമുക്ക് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫോഴ്സുകൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ ഒരു പോയിന്റിൽ നിന്നും പല ഡയറക്ഷനിലോട്ട് പുറത്തോട്ട് ആക്ട് ചെയ്യുന്ന പോലെ വരയ്ക്കാൻ ചെയ്ത് അനാലിസിസിനാണ് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് ഈ വാല്യൂസ് തന്നിരിക്കുന്ന വാല്യൂസിന് നമ്മൾ ഫോഴ്സുകളെ കൺകറന്റ് ഫോഴ്സ് ബട്ട് ഒരു പോയിന്റിൽ നിന്നും പുറത്തോട്ട് ആക്ട് ചെയ്യുന്ന പോലെ മാറ്റി വരച്ച് നമുക്ക് അതിന്റെ സിഗ്മ എഫ്എക്സും സിഗ്മ എഫ് ഐയും എഴുതണം. സോ ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോൾ സി നമ്മൾ കൺസിഡർ ചെയ്തു. ബോൾ സി കൺസിഡർ ചെയ്യാൻ റീസൺ വീണ്ടും പറയുകയാണ്, ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് 2 എണ്ണമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിലും 3 അൺനോൺസ് ഉണ്ട്. സോ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പൊ ഞാൻ ഇനി ആ ബോൾ വരയ്ക്കുന്നില്ല, ക്വാഡ്രൻസ് വരച്ച് ഫോഴ്സുകൾ മാർക്ക് ചെയ്യാൻ നോക്കാം. സോ റൈറ്റിലോട്ട് റിയാക്ഷൻ ഫോഴ്സ് R1. അപ്പം നേരത്തെയും പറഞ്ഞു, ഉള്ള ഫോഴ്സുകളെ നമ്മൾ പോയിന്റിൽ നിന്നും എവേ അല്ലെങ്കിൽ പുറത്തോട്ട് ആക്ട് ചെയ്യുന്ന പോലെ വരച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ. അല്ലാതെയും ചെയ്യാം. നിങ്ങൾക്ക് പ്രാക്ടീസ്ഡ് ആവുകയാണെങ്കിൽ അത് പോയിന്റിലോട്ട് ആക്ട് ചെയ്യുന്നതായിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യാം. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡ് പോയിന്റിൽ നിന്നും പുറത്തോട്ട് ആക്ട് ചെയ്യുന്ന പോലെ എല്ലാ ഫോഴ്സുകളെയും മാറ്റി വരയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നെക്സ്റ്റ് 40 ന്യൂട്ടൺ ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്, അത് സെൽഫ് വെയിറ്റ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ആയിരുന്നു. ദെൻ R2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ്, അതൊരു ഇൻക്ലിനേഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഡയറക്ഷനിൽ മാർക്ക് ചെയ്താണ് നമ്മൾ വരച്ചിരുന്നത്, അതിനെ മാറ്റി R2 ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. സോ R2ന്റെ ഡയറക്ഷൻ നമ്മളപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചെന്ന് നോക്കിയേ. R2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ്, അതായത് ഈ ഒരു ലൈനിന്റെ ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ θ1 എന്ന് കണ്ടുപിടിച്ചു. θ1ന്റെ വാല്യൂ 50.48. ഓക്കെ, സോ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഒരു വാല്യൂ ആണ് θ1 നമ്മൾ കണ്ടുപിടിച്ചത്. ഞാൻ ഈ ഒരു പോയിന്റിൽ വെച്ച് അതിനെ ക്വാഡ്രൻസ് മാറ്റി വരയ്ക്കുവാണെങ്കിൽ ഈ θ1 എന്ന് പറയുന്നതും ഇതും സെയിം ആയിരിക്കും. ഈ ഒരു ആംഗിളും സെയിം ആയിരിക്കും. ഞാൻ അപ്പം എന്ത് ചെയ്തു? R2 എന്ന് പറയുന്ന ഒരു ഫോഴ്സിന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതുപോലെയാണ് വരച്ചിരിക്കുന്നത്. സോ ഈ വാല്യൂവും സെയിം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ R2ന്റെ ആംഗിൾ θ1 50.48 ഡിഗ്രി. ക്ലിയർ? ഒന്നും കൂടെ പറയാം. സോ
ഈ ഒരു ഫിഗറിൽ നമ്മൾ θ1ന്റെ വാല്യൂ 50.48 ഡിഗ്രി എന്ന് ഐഡന്റിഫൈ ചെയ്തു. ഈ ഒരു ജോമെട്രി അപ്പൊ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പാരലൽ ലൈൻസിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ഈ ഒരു ആംഗിൾ θ1 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിളും θ1. ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ ഈ ആംഗിളും ഇവിടുത്തെ ആംഗിളും സെയിം ആണ്. സോ θ1ന്റെ വാല്യൂ 50.48 ഡിഗ്രി ഇവിടെ അങ്ങ് മാർക്ക് ചെയ്യും. അപ്പം നമുക്ക് ഫോഴ്സുകളെല്ലാം ഒരു പോയിന്റിൽ നിന്നും പുറത്തോട്ട് ആക്ട് ചെയ്ത് പോകുന്ന പോലെ മാറ്റി വരച്ചു. ഇനി സിഗ്മ എഫ് എക്സ് എഴുതാലോ. അപ്പ് പോസിറ്റീവ്, റൈറ്റ് പോസിറ്റീവ്. സോ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സൈൻ കൺവെൻഷനും കൂടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എഴുതിക്കോളൂ, അല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ടാലും മതി. അപ്പ് പോസിറ്റീവ്, റൈറ്റ് പോസിറ്റീവ് ആണ് ഇവിടെ. അപ്പം റൈറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള R1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ദെൻ നെഗറ്റീവ് എക്സ് ആക്സിസിൽ R2ന്റെ കോസ് കമ്പോണന്റ് വരും, ക്ലോസിംഗ് സൈഡിൽ കോസ്. സോ മൈനസ് R2 കോസ് 50.48. ഓക്കെ, സിമിലർലി ഇനി എന്തെടുക്കണം? സിഗ്മ എഫ് വൈ. വേർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയുണ്ട്? R2ന്റെ സൈൻ കമ്പോണന്റ് അപ്പ് ആയതുകൊണ്ട് പോസിറ്റീവ്. സോ R2 സൈൻ 50.48. ദെൻ ഡൗൺ ഡയറക്ഷനിൽ 40 ന്യൂട്ടൺ, അത് ഡൗൺ ആയതുകൊണ്ട് മൈനസ് ഇട്ടു. സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയുടെ വാല്യൂ. സോ ഈ രണ്ട് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ ഇക്വേഷനിൽ ഒരു അൺനോണേ ഉള്ളൂ. അപ്പം ഇവിടെ ആദ്യമേ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? R2ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. R2ന്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R1ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. സോ ദീസ് വാല്യൂസ് വിൽ ബി R1ന്റെ വാല്യൂ 32.9 ന്യൂട്ടൺ, R2ന്റെ വാല്യൂ 51.85 ന്യൂട്ടൺ. ഓക്കെ, സോ നെക്സ്റ്റ് അപ്പം ഇതുപോലെ ഈ കിട്ടിയ R2ഉം R1ഉം യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോൾ ബിയിൽ അപ്ലൈ ചെയ്യുക. അവിടെ അപ്പം R2ന്റെ വാല്യൂ നോൺ ആയി, R3 R4 അൺനോൺ ആയി. എഗെയിൻ ഇതുപോലെ നെക്സ്റ്റ് നമുക്ക് സോൾവ് ചെയ്തെടുക്കണം. ഓക്കെ, സോ നമ്മൾ R1 R2ന്റെ വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു, θ1 θ2 വരെ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോൾ ബി. ഫ്രീ ബോഡി ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് അൺനോൺ വാല്യൂസ് എന്ന് പറയുന്നത് R3 ആൻഡ് R4. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ആ ഒരു സർക്കിള് മാറ്റി ക്വാഡ്രൻസ് ആയിട്ട് പോയിന്റ്സിനെ അല്ലെങ്കിൽ ഫോഴ്സസിനെ മാർക്ക് ചെയ്ത് വരച്ചിട്ട് നമുക്ക് അതിന്റെ നെക്സ്റ്റ് പാർട്ട് അനാലിസിസിലോട്ട് പോകാം. സോ ഫിഗറിൽ R2 എന്ന് പറയുന്നത് ടുവേർഡ്സ് ദി ഓബ്ജക്റ്റ് ആണ്. ബെറ്റർ അതിന് നമുക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്ത് എവേ ഫ്രം ദ ഓബ്ജക്റ്റ് മാർക്ക് ചെയ്യുന്നതായിട്ട്, ആക്ട് ചെയ്യുന്നതായിട്ട് മാർക്ക് ചെയ്തു. സോ R2 നിങ്ങൾക്ക് ആ ഫിഗറിൽ നമ്മൾ സോൾവ് ചെയ്തെടുത്ത ഇൻക്ലിനേഷൻ. സോ അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ആരോന്റെ ഡയറക്ഷൻ ഫസ്റ്റ് ബോളിൽ R2 സിയിലോട്ടാണല്ലോ, ബി എന്നുള്ള പോയിന്റിൽ ബിയുടെ സെന്ററിലോട്ടാണ്. ഇതെങ്ങനെ ഈ രണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യും? ആക്ച്വലി രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള കോൺടാക്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു കോൺടാക്ട് ചെയ്തുള്ള റിയാക്ഷൻ ഫോഴ്സ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പെർപെൻഡിക്കുലർ ടു ദി കോൺടാക്ട് സർഫസ് ടുവേർഡ്സ് ദി ഒബ്ജക്റ്റ്. അപ്പം പോയിന്റ് സി കൺസിഡർ ചെയ്യുന്ന നേരത്ത് ഈ ഒരു ഡയറക്ഷനുള്ള റിയാക്ഷൻ ഫോഴ്സും നെക്സ്റ്റ് ബോൾ കൺസിഡർ ചെയ്യുന്ന നേരത്ത് റിയാക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആ ഒരു ഓബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ടുവേർഡ്സ് ദ സെന്റർ. അതുകൊണ്ടാണ് നമ്മൾ R2ന്റെ ഡയറക്ഷൻ രണ്ടിലും മാറി വരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നില് സിയിലോട്ടും രണ്ടാമത്തേല് ബിയുടെ സെന്ററിലോട്ടും മാർക്ക് ചെയ്തിട്ട്. ഇപ്പം തൽക്കാലം നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി കൺസിഡർ ചെയ്യുന്ന കേസിൽ R2 വിൽ ബി ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ബോൾ ബി. അതിന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് മാറ്റി വരച്ചു. സോ ഈ ഒരു ഇൻക്ലിനേഷൻ വാല്യൂ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. R2ന്റെ ആ ഒരു ഇൻക്ലിനേഷൻ വാല്യൂ നമ്മൾ തീറ്റ വാല്യൂ 50.48 ഡിഗ്രി. സോ ഇത് 50.48 ആണെങ്കിൽ ഈ ഒരു ആംഗിളും 50.48. സോ ഇൻക്ലിനേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ R2ന്റെ കാര്യം ഓക്കെ ആയി. നെക്സ്റ്റ് R3 എന്ന് പറയുന്ന ഒരു ഫോഴ്സ്, ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, എവേ ഫ്രം ദ സെന്റർ ഓഫ് ദ ഒബ്ജക്റ്റ് മാറ്റി വരച്ചു R3. നെക്സ്റ്റ് R4 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇതുപോലെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് R4. R4ന്റെ ഇൻക്ലിനേഷൻ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണ്? 36.87 ഡിഗ്രി. സോ ആ 36.87 എങ്ങനെയായിരുന്നു ആക്ട് ചെയ്തിരുന്നത്? വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ 36.87 ഡിഗ്രി ആക്ട് ചെയ്യുന്ന R4 എന്ന് പറയുന്ന ഒരു ഫോഴ്സ്. ഇനി ഏത് ഫോഴ്സുകൾ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഓബ്ജക്ട് 80 ന്യൂട്ടൺ. സോ ഇത്രയും ഫോഴ്സുകളെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സിഗ്മ എഫ് എക്സ് ആൻഡ് സിഗ്മ എഫ് വൈ. സോ സിഗ്മ എഫ് എക്സ് എടുക്കാൻ നേരത്ത് R4
cos 36.87. Then where horizontal force എന്ന് പറയുന്നത് R3 നെഗറ്റീവ് എക്സ് ആക്സിസിൽ, സോ ദാറ്റ് ഈസ് R3 അങ്ങനെ എഴുതി. ഇനി ഏതാ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ളത്? R2 എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് പോസിറ്റീവ് എക്സ് ആക്സിസിലോട്ടാണ് അതിന്റെ കോസ് കമ്പോണന്റ് വരുന്നത്. സോ പ്ലസ് R2 cos 50.48. നെക്സ്റ്റ് സിഗ്മ FY R4ന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും R4ന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആകുമ്പോൾ അത് സൈൻ ആണ്, അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് R4 സൈൻ 36.87. ഇനി ഏതാ വെർട്ടിക്കൽ ഫോഴ്സ് ഉള്ളത്? R3ക്ക് വെർട്ടിക്കൽ കമ്പോണന്റ് ഒന്നും ഇല്ല, കാരണം അത് ഹൊറിസോണ്ടൽ മാത്രമേ ഉള്ളൂ. ദെൻ ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് 80 കിലോ ന്യൂട്ടൺ ഫോഴ്സ്, സോ -80. ദെൻ R2 എന്ന് പറയുന്ന ഒരു ഫോഴ്സിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്. സോ 50.48ന്റെ സൈൻ കമ്പോണന്റ് വേണം ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് എടുക്കാൻ. സോ -R2 സൈൻ 50.48. R2ന്റെ വാല്യൂ തൊട്ട് മുമ്പത്തെ ബോൾ ബിയുടെ റിയാക്ഷൻ നമ്മൾ അനാലിസിസ് ചെയ്തപ്പോഴേക്കും R2ന്റെ വാല്യൂ നമ്മൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? 51.58. സോ R2ന്റെ വാല്യൂ അറിയാം, അതിൽ നിന്നും R4ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ R4 will be 199.8. സോ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചിലർക്ക് 200 എന്നൊക്കെ വരുവാണെങ്കിൽ അത് കുഴപ്പമില്ല. 199.8 or 200 എന്ന് പറയുന്ന ആൻസർ കിട്ടും. സോ R4ന്റെ വാല്യൂ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? സിഗ്മ FXൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R3യുടെ ആൻസർ കിട്ടും. സോ R3 will be equal to 192.8. 192.8 ന്യൂട്ടൺ. ഓക്കെ, സോ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോൾ ബിയിൽ R2, R3, R4 ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോൾ എ, അതിൽ R4 അറിയാം, R5 ആൻഡ് R6 അൺനോൺ വാല്യൂ, ഇതിന് വേണ്ടിയിട്ടുള്ള അനാലിസിസ് ചെയ്യണം. സോ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോൾ എ. സോ ബോൾ എയുടെ കേസ് വെച്ചിട്ട് ക്വാഡ്രൻസ് ആയിട്ട് ഫോഴ്സുകളെ മാറ്റി വരയ്ക്കുവാണ്. R5 vertically upward direction, then 30 Newton weight vertically downward direction. R4 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്, നമുക്ക് അതിനെ എന്ത് ചെയ്യണം? മാറ്റി away from the center ആക്ട് ചെയ്യുന്നതായിട്ട് മാറ്റി വരയ്ക്കണം. സോ R4ന്റെ ഇൻക്ലിനേഷൻ ഈ ഒരു വാല്യൂ ആണ് 36.87 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒബ്വിയസ്ലി ഈ ഒരു ആംഗിൾ 36.87 എന്ന് വരും. നെക്സ്റ്റ് എന്താ വാല്യൂ? ഇനി ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് R6ഉം കൂടെ ഇവിടെ മാർക്ക് ചെയ്യാനുണ്ട്. അപ്പം ഇത്രയും ഫോഴ്സുകളാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇൻക്ലിനേഷൻ എല്ലാം മാറ്റി വരച്ചിട്ടുണ്ട്. R5 ഉണ്ട്, R4 ആൻഡ് R6, പിന്നെ 30 കിലോ ന്യൂട്ടൺ. ദെൻ സിഗ്മ FX അപ്പ് പോസിറ്റീവ്, റൈറ്റ് പോസിറ്റീവ്, റൈറ്റിലോട്ട് ആക്ട് ചെയ്യുന്ന R6 എന്ന് പറയുന്ന വാല്യൂ പോസിറ്റീവ്. ദെൻ R5ന് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഇല്ല, R4ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. കോസ് കമ്പോണന്റ് ആയിരിക്കും, -x ആക്സിസിലായതുകൊണ്ട് -R4 cos 36.87. ഇനി ഏതാ ലോഡ് ഉള്ളത്? 30 ന്യൂട്ടൺ. ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള വെർട്ടിക്കൽ ഫോഴ്സ്, അതിന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല. സോ R6 -R4 cos 36.87 0 ആണ്. ഒബ്വിയസ്ലി ഇതെല്ലാം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇരിക്കുന്നത്, നമ്മൾ ഇതിനെല്ലാം ഇക്വേറ്റ് 0 ആക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആൻസർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ദെൻ സിഗ്മ FYയുടെ ടേംസ് എന്ത് വരും? വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ്, ഇവിടെ R6ന് ഇല്ല, R5 വെർട്ടിക്കൽ ഫോഴ്സ് ആണ്, അപ്പ് ആയതുകൊണ്ട് പോസിറ്റീവ്, സോ പ്ലസ് R5. R4 എന്ന് പറയുന്ന ഫോഴ്സിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് സൈൻ കമ്പോണന്റ് ആയിട്ട് വരും, കാരണം ക്ലോസിങ് സൈഡിലോട്ട് കോസ്, അത് ഹൊറിസോണ്ടൽ ആണ്, മറ്റേ സൈഡിലോട്ട് സൈൻ. ഇവിടെ R4ന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്, അപ്പം R4 സൈൻ 36.87, R4 സൈൻ 36.87, ബട്ട് ഡയറക്ഷൻ എന്താ? നെഗറ്റീവ് ആണ്, കാരണം വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇനി ഏതാ വെർട്ടിക്കൽ ഫോഴ്സ് ഉള്ളത്? 30, അതും ഡൗൺവേർഡ് ഡയറക്ഷനുള്ള ആയതുകൊണ്ട് 30. ഇനി ഈ ഒരു ടേം നോക്കി, R4ന്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തു, 199.8. സോ ദിസ് വാല്യൂ ഈസ് 199.8. അപ്പൊ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? R5 കാൽക്കുലേറ്റ് ചെയ്യാം. R5ന്റെ വാല്യൂ അല്ലെങ്കിൽ R4ന്റെ വാല്യൂ ബേസ് ചെയ്ത് നമുക്ക്
R6 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ R5 ആൻസർ 149.8 and R6 will be 159.8. Okay, so R5 149.8 Newton and R6 159.8 Newton. So R6 വരെയുള്ള ഇത്രയും അൺനോൺസിനെ നമ്മൾ റിസോൾവ് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ബോൾ എ വെർട്ടിക്കൽ വോളുമായിട്ടുണ്ടാക്കുന്ന റിയാക്ഷൻ ഫോഴ്സ്. അപ്പം നിങ്ങൾ ആദ്യത്തെ ആ ഫിഗർ ഒന്ന് നോക്കുക. ആ ബോൾ എ വെർട്ടിക്കൽ വോളുമായിട്ടുണ്ടാകുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് 6 ആണ്. സോ റിയാക്ഷൻ അറ്റ് 6 ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ റിയാക്ഷൻ അറ്റ് 6 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇത്രയും കാൽക്കുലേഷൻസ് ചെയ്താലേ കിട്ടത്തുള്ളൂ. സോ ഫൈനലി R6 എന്ന് പറയുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. ബട്ട് ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് എപ്പോഴും ഫൈനൽ സ്റ്റെപ്പ് എത്തിയാൽ പോലും ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ആൻസറിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. സോ ഇവിടെ എന്ത് സ്റ്റെപ്പ് കൂടെ അപ്പം നമ്മൾ എഴുതാനുണ്ട്? ഹെൻസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ബോൾ എ ആൻഡ് വെർട്ടിക്കൽ വാൾ ഈസ് 159.8 ന്യൂട്ടൺ എന്നും കൂടെ എഴുതണം. പല കുട്ടികളും യൂണിറ്റ് എഴുതാൻ വിട്ടുപോകാറുണ്ട്. സോ അത് ശ്രദ്ധിക്കുക. സോ റിയാക്ഷൻ എഴുതുമ്പം യൂണിറ്റും കൂടെ എഴുതാൻ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. സോ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻ്റെ പ്രോബ്ലംസും സൊല്യൂഷനും ആയി.